ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ടു വൈബ് ഓഫ് MJ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് തമിഴിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വ്ളോഗ് തുടങ്ങിയതിൻ്റെ ശേഷം ഞാനിതിൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിരുന്നു, വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയെക്കുറിച്ച് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതിനേക്കാൾ ഉപരി ഒരുപാട് പേര് ഒരു ജോബ് കിട്ടുമോ, പ്രത്യേകിച്ച് ഔസ്റ്റർ ജോബ് കിട്ടുമോ, ഔസ്റ്റർ ജോലിയെങ്കിലും കിട്ടുമോ, നാട്ടിലൊരു ജോലിയുമില്ല, പിന്നെ അത്രയും ബുദ്ധിമുട്ടിലായിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ മെസ്സേജൊക്കെ കണ്ടാൽ നമുക്ക് സങ്കടം വരും. കാരണം ചിലർ പിന്നെ ഡയറക്റ്റ് അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും പിന്നെ ഒക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കേണ്ടതെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അവരെ സങ്കടം കേട്ടിട്ട് നമുക്കൊരുപാട് പിന്നെ എന്താ പറയുക, ഒരുപാട് വിഷമമായി. അപ്പോൾ ഈ ഇതുപോലെ മെസ്സേജ് അയക്കുന്നവരോട് അതുപോലെ പിന്നെ മെസ്സേജ് അയക്കണം എന്നുള്ളൊരു ആരെങ്കിലും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവർക്കും കൂടെ ആയിട്ടാണ് ഈ വീഡിയോ. സംഭവം നിങ്ങൾ പറഞ്ഞ പോലെ ഔസ്റ്റർ ജോബ് അല്ലെങ്കിൽ ഔസ്റ്റർ ജോലിക്കൊരു വിസ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാൻ കഴിയും. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് വിസ നമുക്ക് സംഘടിപ്പിച്ച് തരാൻ കഴിയും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനി വിസ പോലെയല്ല. എനിക്കിപ്പോൾ ഇവിടെ നടന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ കോൺടാക്റ്റിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ ഒരു ഔസ്റ്റർ വിസ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാൾ ഔസ്റ്റർ വിസ എനിക്ക് തരും. ആ വിസ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് തരാൻ കഴിയും. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പിന്നെ നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ജോബ് ടൈം എങ്ങനെയാണ്, എത്രമാത്രം അവിടെ നിങ്ങൾക്ക് ജോലി ഉണ്ട്, അതുപോലെ ഓട്ടം എത്ര ഉണ്ട്, അത് എത്ര ആൾക്കുള്ള ഓട്ടമാണ്, ഒന്നൊരു ഐഡിയ എനിക്കുണ്ടാവില്ല. അപ്പോൾ എനിക്ക് പിന്നെ നിങ്ങൾക്ക് വിസ എനിക്ക് മേടിച്ച് തരാം, അതിന് പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, ഒരു പക്ഷേ നിങ്ങൾ പെട്ടുപോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഔസ്റ്റർ ജോബ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ലക്കാണ്. അപ്പോൾ വന്നതിന് ശേഷം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിന് എനിക്കൊരു മറുപടിയും തരാൻ കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, നീ ഒരു വിസ ചോദിച്ചു ഞാൻ നിനക്ക് തന്നു, അവിടെ കഴിഞ്ഞ് നമ്മൾ തമ്മിലുള്ള ഇടപാടെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ എനിക്ക് കഴിയൂല. കാരണം ഈ ജോബിൻ്റെ ഒരു അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഈ ജോബ് മോശമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ വീട്ടിലെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഓരോരുത്തരുടെയും സ്വഭാവം എനിക്കറിയാം. അപ്പോൾ ഇവർക്കാർക്കെങ്കിലും പിന്നെ ഒരു ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇവർക്ക് ഡ്രൈവറെ കൊണ്ടു കൊടുക്കും. കാരണം ഇവരുടെ സ്വഭാവം എനിക്കറിയാം. കാരണം നല്ല പെരുമാറ്റം കാര്യങ്ങളാണ്, വലിയ വിഷയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് എനിക്ക് ഡ്രൈവറെ കൊണ്ടു കൊടുക്കാം. ഇത് ഞാൻ അറിയാത്ത ഒരാൾക്ക് പിന്നെ എനിക്ക് ഡ്രൈവറെ കൊണ്ടു കൊടുത്താൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എന്നോടൊരു സ്ഥിരമായിട്ട് കാണുന്നൊരു സൗദിനോട് പറയണം എനിക്ക് ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ, ആയിക്കോട്ടെ ഞാൻ കൊടുന്ന് തരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര അടുത്തുനിന്ന് വിസ മേടിച്ചുകൊണ്ട് എനിക്ക് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ആർക്കെങ്കിലും എനിക്ക് ആ വിസ കൊടുക്കാം. പക്ഷെ എനിക്ക് ആ സൗദിനെ മാത്രമേ പരിചയമുള്ളൂ, ആ സൗദിൻ്റെ വീട്ടുകാരെ പരിചയമില്ല. ഞാൻ ഈ വിസ കൊടുത്ത് കൊണ്ടുവരുന്ന ആൾക്ക് ആ വീട്ടിൽ എന്താണ് പണി, എത്രത്തോളം ഓട്ടമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബുണ്ടോ, എത്ര പേരുടെ ഓട്ടമുണ്ട്, വലിയ വീടാണോ, കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോൾ പിന്നെ നല്ല ജോബ് വേക്കൻസി ഏതെങ്കിലും എൻ്റെ കയ്യിൽ വരികയാണെങ്കിൽ ഞാൻ പറയാം. കാരണം സത്യം പറഞ്ഞാൽ എന്താ പറയുക, പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ നമ്മളൊരാളെ കൊടുന്നിട്ട് ഇവിടെ വന്ന് കണ്ട് കഷ്ടപ്പെട്ടാൽ എന്താ പറയുക, ആ ഒരു ശാപം എന്ന് പറയാം. കാരണം അത് നമ്മളെ ഒരുപാട് കാലം നമ്മളെ വിടാതെ പിടികൂടും. പിന്നെ അങ്ങനെ കൊണ്ടുവരുന്ന പോലെ ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഡയറക്റ്റായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ കൊണ്ടുവരുന്ന ആൾ ഇവിടെ സൗദിൻ്റെ അടുത്തുനിന്ന് 2000 രൂപയൊക്കെ പിന്നെ മേടിക്കും, അവന് ടിക്കറ്റും മെഡിക്കലും ഒക്കെ ശരിയാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് കൊണ്ടുവരുന്ന ആൾക്ക് മെഡിക്കലും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് സൗദിൻ്റെ തന്നെ 2000 മേടിക്കും, അത് സ്വന്തം പോക്കറ്റിൽ വെക്കും. അതായത് വേറൊരാൾക്കാണ് എന്ന് പറഞ്ഞിട്ട് സൗദിൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്ന ആ പൈസയാണ് സ്വന്തം പോക്കറ്റിൽ വെക്കുന്നത്. പിന്നെ കൊണ്ടുവരുന്ന ആളടുത്ത് നിന്ന് 20, 30, 40 ആയിട്ട് വേറെയും മേടിക്കും നാട്ടിലെ പൈസ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. ഞാൻ പറഞ്ഞില്ലേ,
ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഡ്രൈവർ വിസ കിട്ടുമെന്ന്. എനിക്ക് വേണമെങ്കിൽ അവരോടൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു വിസ ഒപ്പിച്ച് കൊടുത്തിട്ട് ഈ പറഞ്ഞ എനിക്ക് ഇവിടുന്ന് 2000 റിയാൽ ഒപ്പിക്കാം, ഞാൻ ഈ കൊണ്ടുവരുന്ന ആളിൽ നിന്ന് 20,000 30,000 ഒക്കെ അങ്ങനെ ഒപ്പിക്കാം. അപ്പോൾ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നല്ല വിസ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞതൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചവർക്കൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്. പലർക്കും ഒരു എന്തെങ്കിലും മനസ്സിൽ തോന്നും ചിലപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണമെങ്കിൽ വിസ ഉണ്ട്, ആയിക്കോട്ടെ, നിങ്ങൾ പിന്നെ നമ്പറും മെസ്സേജും അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും, നമുക്ക് റെഡിയാക്കാം, പാസ്പോർട്ട് അയച്ചിരുന്ന് അറിയാണ്ട് എനിക്ക് വിസ എടുത്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് പിന്നെ യാതൊരു കോൺടാക്റ്റും ചെയ്യാതിരിക്കും എനിക്ക്. എൻ്റെ പാടായി എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ആ രീതിക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും നല്ല ജോബ് വേക്കൻസി ഒക്കെ വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.